ക്രൈസി ഷെഫ് ബിജു മാത്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ ഓരോ സാധനങ്ങൾ ചേർത്ത് വഴറ്റിയെടുക്കുക. ആദ്യം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കോലം, 4-5 ഗ്രാമ്പൂ, കറുവപ്പട്ട ചെറുതായി മുറിച്ചത്, 4 ഏലക്ക, സർവ്വസുഗന്ധി 2 എണ്ണം, കുറച്ച് പെരിഞ്ജീരകം, ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഒരു അരമുറി സവോള ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ചെറിയ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയത്, ആവശ്യത്തിന് കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്നു വരാൻ വേണ്ടതായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, കുറച്ച് ബീൻസ് ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ ചെറുതായി കഴുകി വാരി വച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പാണ് ചേർത്തുള്ളൂ. ഇനി ചിക്കന് വേണ്ടതായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു തേങ്ങയുടെ 2ാം പാലിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കത് വെന്തോന്നൊന്ന് നോക്കാം. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. കഷ്ണമൊക്കെ ഒരു പകുതി കൂടുതൽ വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് പേസ്റ്റും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കനും കഷ്ണങ്ങളും ക്യാരറ്റും അതുപോലെ കിഴങ്ങും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് തിള വരുന്നതിന് മുമ്പ് ഓഫ് ചെയ്യാം. 1ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് മിക്സ് ചെയ്തിട്ട് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത്, പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം നമുക്ക് വറുത്തിടണം. അത് വറുത്ത് എടുക്കാം. 1ാം പാൽ ഒഴിച്ചു തിള വന്നു തുടങ്ങി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരിക വറുത്തെടുക്കാം. കുറച്ച് കാഷ്യൂനട്ട് വറുത്തെടുക്കാം. ഈ നെയ്യിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി ഇതിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില ചേർത്ത് നന്നായി ഒന്ന് താളിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാനുള്ള താളിപ്പിനുള്ള ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ആ സ്റ്റൂവിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.